റെക്കോർഡ് അജിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്ന് അറിയുന്നത് ആ ഒരു വാർത്ത അറിയുന്നത് ഫ്ലൈറ്റ് വെച്ചിട്ടാണ് അല്ലേ? നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന സമയത്തുള്ള ഒരു എന്താ പറയാ ഒരു മുഖത്തുള്ളതായിട്ടുള്ള ഒരു സന്തോഷം, ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും സത്യം പറഞ്ഞാല് അറേബ്യൻ റെക്കോർഡ് എന്ന് റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് ഷാർജ ബുക്ക് ഫെസ്റ്റ് വെച്ച് മേടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഓഫീസിലുള്ള ആനന്ദ് എന്ന് പറഞ്ഞൊരു GM ആണ്. അദ്ദേഹമാണ് ഈ ഗിന്നസ് അയക്കുകയൊക്കെ ചെയ്തത്. ഞാൻ ഇത്ര നാൾ ഗിന്നസ് ശ്രമിച്ചിട്ടേ ഇല്ലായിരുന്നു. അദ്ദേഹമാണ് അയച്ചത്. അപ്പൊ അയച്ച സമയത്ത് ഞാൻ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് മെസ്സേജ് ഗിന്നസ് റെക്കോർഡിന്റെ സൈറ്റിൽ ടേക്ക് ഓഫിൽ എന്ന് വെച്ചാൽ വണ്ടി ഫ്ലൈറ്റ് കുറച്ചേരം മൂവ് ചെയ്യും, കുറച്ചേരം ഇങ്ങനെ ഉരുളൂല്ലോ പറക്കാൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന്. ആ സമയത്താണ് എന്നെ ആനന്ദട്ടം വിളിച്ചിട്ട് പറയുന്നത് ഗിന്നസ് കിട്ടിയെന്ന്. അപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ വിളിച്ച് അമ്മ ഗിന്നസ് റെക്കോർഡ് വന്നു, വൈഫിനെയും വിളിച്ചു പറഞ്ഞു, എന്റെ വൈഫിന്റെ അടുത്തും പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഫ്ലൈറ്റ് പൊങ്ങി പകുതി വരെയൊക്കെ റേഞ്ച് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആകെ ഭയങ്കര സന്തോഷവും, സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നില്ല, ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, റേഞ്ച് കട്ടായി. അപ്പൊ എന്റെ കൂടെ സൂരജ് P സതീഷ് എന്ന് പറഞ്ഞ ആളും മനുപ്രസാദ് വന്ന എന്റെ കൂടെ ഉണ്ടായിരുന്നത്. സൂരജ് നേരെ ചെന്ന് ക്യാബിൻ ക്രൂവിനോട് പറഞ്ഞു ഇങ്ങനെ ഇതാക്കി ഗിന്നസ് കിട്ടിയെന്ന്. അപ്പൊ തന്നെ ക്യാബിനിലെ ക്യാപ്റ്റനും അവിടുത്തെ ക്രൂ എല്ലാവരും വന്ന് എന്നെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അഭിനന്ദിച്ച് എനിക്ക് അനുമോദനം തന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഫ്ലൈറ്റിന് മേളിൽ വെച്ച് തന്നെ അനുമോദനം റൺ ചെയ്യുന്ന സമയം തന്നെ എയർ ക്രൂ എല്ലാവരും വന്ന് അനുമോദനം നടത്തി. എനിക്ക് ഫുഡൊക്കെ ഫ്രീ ആകുന്ന ദിവസം അത് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഗിന്നസ് അറിയുന്നത് ഒരിക്കലും മറക്കാത്ത അനുഭവമാണ്. ആകാശത്ത് വെച്ചാണ് ഞാൻ ഗിന്നസ് അറിയുന്നത്. അതെ. ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനുമാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന ആള് ആർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, വീഡിയോ സ്കിപ്പ് ചെയ്യില്ലേ. ഒരു ഗിന്നസ് ഹോൾഡറാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു ഇതിന് മുന്നേ പാകിസ്ഥാനായിരുന്നു അല്ലേ? പേരെന്തേലും? സയ്യിദ് നബിൽ ഹസീൻ. അദ്ദേഹത്തെ പിന്നിലാക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് റെക്കോർഡ് ഹോൾഡർ വന്നിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം 4 സെക്കൻഡ് കൊണ്ട് 30 നമ്പർ കാണാതെ പഠിച്ച് പറഞ്ഞാണ് റെക്കോർഡുള്ളത്. അത് ഞാൻ 4 സെക്കൻഡ് കൊണ്ട് 42 നമ്പർ കാണാതെ പഠിച്ച് ബ്രോക്ക് ചെയ്ത്. അപ്പോൾ അതൊന്ന് ആ മെമ്മറി പവർ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ, ടെസ്റ്റ് ചെയ്താലോ? ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു 51 നമ്പർ അടിക്കുന്നുണ്ട്. അത് നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണണ്ട അതില്ലേ, ജസ്റ്റ് ഒന്ന് കാണാം. 4 സെക്കൻഡ് കാണാം. നമുക്കൊക്കെ ഒരു 10 സെക്കൻഡ് അല്ല 10 ഡിജിറ്റൽ നമ്പറില്ല അല്ലെങ്കിൽ 10 നമ്പറില്ല മൊബൈൽ നമ്പർ വരെ നമുക്ക് നമ്മളതല്ലാതെ മറ്റൊരാളത് പഠിക്കാൻ ഭയങ്കര പാടുപെടുന്ന സമയത്താണ് ഞാൻ 51 നമ്പർ ഒറ്റയടിക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് 4 സെക്കൻഡ് കാണുന്നു, അത് വഹിയാട്ടാക്കുന്നു, എന്നിട്ടത് തല തിരിച്ച് പറഞ്ഞിരുന്നു. അതെ, തല തിരിച്ചു പറയണം, നേരല്ല. പറഞ്ഞൂടെ? ഓക്കെ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഇത് കണക്കൊന്നുമില്ല കേട്ടോ, നമ്മളൊരു ഒറ്റ നമ്പറാണ് അടിച്ചു. ഇനി ഇത് 4 സെക്കൻഡ് ഒന്ന് കാണണം അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം കേട്ടോ. നോക്കട്ടെ, പഠിക്കാൻ പോവാന്നേ. പഠിച്ചു. ഓക്കെ. ഈ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കും, പ്രേക്ഷകരായിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനി തുടക്കത്തിൽ നിന്നല്ല, അതിന്റെ എൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ട് വരാൻ പറ്റില്ല. റിവേഴ്സ്. ശരി. സ്റ്റാർട്ട്. 6 7 8 9 0 1 3 4 5 6 9 9 2 4 5 5 6 0 9 3 4 5 2 0 0 9 3 5 5 0 4 8 8 6 2 5 6 7 8 0 3 6 5 5 2 7 8 0 2 6 5. സത്യത്തെ അവിടെ പറഞ്ഞു, നേരെ പറഞ്ഞാൽ റെക്കോർഡ് ഇട്ടത് കേട്ടോ. നേരെ പറഞ്ഞതിനാണ് റെക്കോർഡ് ഇട്ടത്. ഇപ്പൊ തിരിച്ചു പറഞ്ഞില്ലേ? എങ്ങനെയും പറയാൻ പറ്റും. ഒറ്റവട്ടം കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം കൂടി കേട്ടോ. ലാസ്റ്റ് സീരീസില് 10ാമത്തെ നമ്പർ 4. 5ന്റെ 3 അടക്കുന്ന 4. 5ന്റെ 3 അടക്കിടക്കുന്ന 4. ഓക്കെ, ഫസ്റ്റ് വരില്ല 10ാമത്തെ നമ്പർ. ഫസ്റ്റ് വരില്ല 10ാമത്തെ 6. 5ന്റെ 3 അടക്കുന്ന 6. ആ 6ന് താഴെ കിടക്കുന്ന നമ്പർ എന്ന് പറഞ്ഞ 0. ഇതെന്തുവാടേ, ഇതൊക്കെ ഗിന്നസ് റെക്കോർഡ് കൊടുത്തില്ലെങ്കിൽ സത്യം. ഇത് ഒരു
മെമ്മറി ട്രെയിനിങ് ആണ്. മെമ്മറി ട്രെയിനിങ് ആണ് അല്ലേ? അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കലണ്ടർ എന്തും, അതായത് മെമ്മറി മാത്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തും പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 5/8/1979. 79. ആ, ഏത് ദിവസമാണെന്ന് അറിയാൻ പറ്റും? പിന്നെന്ത് 5/8 അല്ലേ? 5/8 ഓഗസ്റ്റ്. ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് ആണോ? ഓഗസ്റ്റ് അല്ലേ? 5/8/79. എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം, അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അതെ, ഞാൻ ജനിച്ചത് ഞായറാഴ്ച ദിവസം. പറയാൻ പറ്റും, നമുക്ക് നോക്കാം. ഞാൻ കലണ്ടറിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1935 ജനുവരി 12. 1935 ജനുവരി 12 ഏതാണ് ദിവസം? ശനിയാഴ്ച. ജനുവരി 12 ടെസ്റ്റ് ചെയ്യട്ടോ. ശനിയാഴ്ചയാണ്. 1910 ഡിസംബർ 12. 10 ഡിസംബർ 12. എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ചയാണ്. വീഡിയോ തുറന്ന് കാണുക. നമ്മളെ വിഷയം എന്താ വെച്ചാല്, നമ്മളെ അജയല്ലേ പേര്? അതെ. നമുക്ക് ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഇതുപോലെ നമ്മളെ മക്കളും ഇതിപ്പോ നമ്മളെ വാച്ച് ഓടത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സമയമില്ലേ, നമ്മളിവിടെ വീഡിയോ ചെയ്യുന്ന സമയം, ഇപ്പൊ വീഡിയോ കൊണ്ടിരിക്കുന്ന സമയം ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു 11:34. 11:34. അപ്പൊ ഈ ഫോണൊന്നും ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ IQ, ഇന്റലിജന്റ് ക്വോഷ്യന്റ്, ഇതൊക്കെ നമ്മളെ മക്കളിലുണ്ട്. അപ്പം നമ്മളെ മക്കളിൽ IQ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഏത് രീതിയിൽ പഠിക്കണം, ഏത് മേഖലയിൽ പഠിക്കണം, ഏത് വിഷയം പഠിക്കണം, അവരെ IQ പവർ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതെ അല്ലേ? സത്യത്തിൽ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ റോട്ട് ലേണിംഗ് ആണ്. നമ്മൾ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നു, 40 കുട്ടികളുടെ ആ വിഷയങ്ങൾ ഏതാണോ ആ വിഷയങ്ങൾ മൊത്തം പഠിക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നും അതിന് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ എങ്ങനെ ഉയർത്താമെന്നും ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഞാനത് 10-14 വർഷമായിട്ട് റിസർച്ച് ആയിരുന്നു. ഞാനങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റം കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് IQED എന്ന് പറയുന്നത്, ഇന്റലിജന്റ് ക്വോഷ്യന്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ. എന്ന് വെച്ചാൽ നമ്മൾ IQED.in വെബ്സൈറ്റിന്റെ പേരാണ്. IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ആർക്ക് വേണേലും ഇത് ഫ്രീ ആയിട്ട് IQ ടെസ്റ്റ് ചെയ്യാം. എനിക്ക് എന്റെ IQ ടെസ്റ്റ് ചെയ്താ 2011 187.4 ആയിരുന്നു എന്റെ IQ. അത് പോയിന്റ് 187.4 എന്ന് പറയും. അന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ IQ എനിക്കായിരുന്നു. അതുകൊണ്ടാണ് എന്നെ IQ മാൻ ഓഫ് കേരള എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളൊക്കെ മക്കളെ IQ അല്ലെങ്കിൽ മക്കളെ ഏത് രീതിയിൽ പഠിപ്പിക്കണം, അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എവിടെയാലും പഠിക്കാൻ പറ്റും. നമ്മൾ ഓൾ വേൾഡ് മൊത്തത്തിൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ്. അതുപോലെ തന്നെ ഡിസേബിലിറ്റിയുള്ള മക്കളുമാര് പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ടും IQ കൂടുതലുള്ള കുട്ടികൾ നമ്മളവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. IQ കൂടുതലുള്ള കുട്ടികൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ IQ ടെസ്റ്റ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്, IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ അതിനകത്ത് ഫ്രീ ആയിട്ട് IQ ടെസ്റ്റ് ചെയ്യാം. സത്യത്തിൽ നമ്മളൊരു IQ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല പേയ്മെന്റ് ഒക്കെ ആവും. ഇതൊരു IQ അസസ്മെന്റ് ടെസ്റ്റ് ആണ്. നമ്മളെ മക്കളമാർക്ക് എന്ത് വരെ കാര്യങ്ങൾ അറിയാം എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ റീസണിങ്, വർക്കിംഗ് മെമ്മറി, വെർബൽ കോംപ്രിഹെൻഷൻ, സ്പേഷ്യൽ റീസണിങ്, പ്രോസസിംഗ് സ്പീഡ്, ഈ 6 കാര്യങ്ങളാണ് നമ്മൾ IQവിൽ നോക്കുന്നത് ഒരു കുട്ടിക്ക്. ശരിക്കും നമ്മളിപ്പോ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർ IQ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ടീച്ചർ അത് കോമൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ എന്റെ മകന് ക്രിക്കറ്റിനോട് താല്പര്യം കാണും. അവന് ഏത് എക്സാമ്പിളും ക്രിക്കറ്റിലൂടെ പറഞ്ഞു കൊടുത്താൽ അവന് പഠിക്കാൻ പറ്റും. ചിലപ്പോൾ എന്റെ മോക്ക് പഠിക്കാൻ എളുപ്പം ചിലപ്പോൾ സീരിയലായിരിക്കും. സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്താൽ മതി. ഈ പഠിക്കുന്ന കാര്യത്തെ പഠനത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മൾ AI സഹായത്തോടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിന്ന് വാങ്ങി, അവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. 90% മാർക്ക് മേടിച്ച 4000-ഓളം കുട്ടികൾ, നമ്മൾ 5000-ഓളം കുട്ടികൾ ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 4000-ഓളം കുട്ടികൾ ആപ്പാണ് കൊടുക്കുന്നത്. ആപ്പിനകത്ത് നമ്മളുടെ മാത്തമാറ്റിക്സിന്റെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പേപ്പർ പേനയുടെ സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് മാത്സ് പഠിക്കാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്കുണ്ടാവും. പിന്നെ മുഷിനിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെൻഡൻസി കൂടും. എന്ന് വെച്ചാൽ മുഷിനിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മുഷിവ് മാറും, മടുപ്പ് മാറും, പഠിത്തത്തിനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഒരു വട്ടം വായിച്ചാൽ തന്നെ ഇപ്പൊ നമ്മൾ നമ്പർ പറഞ്ഞില്ലേ, അതുപോലെ അവർക്ക്
വായിക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെമ്മറി ടെക്നിക്കുകളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതുപോലെ EQ, ഇമോഷണൽ കോഷ്യന്റിനെ ബാലൻസ് ചെയ്യുന്ന NLP ടൂളുകൾ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ടൂളുകളുമാണ്. പിന്നെ യോഗയുടെ കുറേ കാര്യങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഇത് പഠിക്കുന്ന ഏതൊരു കുട്ടി, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിയും നമ്മളിത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ മൗത്ത് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ ആകെ ഉള്ളത്. കാര്യം ആദ്യമായിട്ടാണ് ചാനൽ വഴി ഒന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കുട്ടിയും ഈ IQ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു ഓഫറും ഞാൻ ചെയ്യുന്നുണ്ട്. 130 മേളിൽ IQ ഉള്ള കുട്ടികൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റിന്റെ വില, ഇത് എല്ലാവരുള്ള പ്രോഡക്റ്റാണ്. 400ഓളം വീഡിയോസ്, 400 കൂടുതൽ ടോപ്പിക്കുകൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. എന്നുവെച്ചാൽ ഒരു 10ാം ക്ലാസ് +2 വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിക്കാനുള്ള സാധനങ്ങൾ ഈ ആപ്പിനകത്തുണ്ട്. അവർക്ക് എന്ത് സംശയം ചോദിച്ചാലും ഇപ്പോൾ ChatGPT ചോദിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ IQD ആപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ AI പറഞ്ഞു തരും. നമ്മളിപ്പോൾ ചോദിക്കണം 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നമ്മളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നനുസരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് 24,500 രൂപയാണ് എൻ്റെ വില വരുന്നത്. 130 മേളിൽ സ്കോറുള്ള IQ ടെസ്റ്റ് 130 മേളിൽ സ്കോറുള്ള എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മൾ. അതുപോലെ ടീച്ചർമാർ അതല്ല, ഓക്കെ, അങ്ങനെയാണ് ശരിക്കും നമ്മൾ IQ ടെസ്റ്റ് എങ്ങനെ ചെയ്യും? മക്കൾ IQ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണ് ശരിക്കും? നമ്മൾ IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. അത് സ്റ്റാർട്ട് IQ ടെസ്റ്റ് എന്നൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കാറ്റഗറിയാണ് ടെസ്റ്റ്. 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ഒരു കാറ്റഗറി, 13 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ ഒരു കാറ്റഗറി, 18 വയസ്സിന് മേലോട്ട് ഒരു കാറ്റഗറി. നമ്മൾ ഏത് ഏജാന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. ചോദിക്കും. 25 മിനിറ്റ് സമയത്തിനുള്ളിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് നോർമൽ IQ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു IQ അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പേരും മെയിൽ IDയും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പർ ഒരു OTP വരും. അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൽ IDയിലും മൊബൈലിലും IQന്റെ റിസൾട്ട് വരും. ആ റിസൾട്ടിനകത്ത് കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ്ങും വർക്കിംഗ് മെമ്മറിയും ലോജിക്കൽ റീസണിങ്ങും അതിന്റെ എല്ലാത്തിന്റെയും പെർസെന്റേജ് ഉണ്ടാവും. എവിടെയാണ് സ്ട്രോങ് കുട്ടി, എവിടെയാണ് വീക്ക്. ഉദാഹരണം പറഞ്ഞാൽ സ്പേഷ്യൽ റീസണിംഗ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ഓൾറെഡി വീക്ക് ആയിട്ടുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഒരിക്കലും സ്പേഷ്യൽ റീസണിംഗ് ഇല്ല, അവർ കുറവാണ്. അപ്പം ഒരു ഏരിയ കണ്ടാൽ അവരെങ്ങനെ ഉപയോഗിക്കണം, ബിൽഡിംഗ് എങ്ങനെ പണിയണം, അതിനെക്കുറിച്ചൊരു നോളജ് ഉള്ള കുട്ടികളായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള എഞ്ചിനീയറിംഗ് എടുക്കേണ്ടത്. സത്യം ഇതൊന്നും അറിയാതാണ് പല കുട്ടികൾ എഞ്ചിനീയറിംഗ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ കഴിയുമ്പോഴേക്കും ഒന്നെങ്കിൽ PSC ടെസ്റ്റ് എഴുതി കയറും, ബാങ്ക് ടെസ്റ്റ് എഴുതി കയറും, വേറെ ജോലിക്ക് മാറിപ്പോകുന്നതിന്റെ കാര്യം ഈ റീസണിങ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ റിസൾട്ട് അറിയുമല്ലോ, ഇതിന്റെ എല്ലാം സൊല്യൂഷനാണ് നമ്മൾ ആപ്പ് വഴി AI ആപ്പ് വഴി കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി, ആ ആപ്പ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, കുട്ടികൾ എവിടെയാണ് വീക്ക് അതിനെ സ്ട്രോങ് ആക്കുന്ന, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ അവരുടെ മൈൻഡ് കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അവരുടെ ഒരു ക്വാളിറ്റി, അവരുടെ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് അവരുടെ കഴിവ് കൂടുതലുള്ള അതിനോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വീക്ക് പോയിന്റ് കണ്ടെത്തിയിട്ട് അവരെ അതിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ മെത്തേഡ് പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഉദാഹരണം പറയും, മാത്സ് പഠിക്കാത്ത കുട്ടികളൊന്നും മണ്ടന്മാരൊന്നുമല്ല. മാത്സ് പഠിക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ നല്ല നോളജ് കാണും. അപ്പൊ അവർ ആ ഒരു മേഖലയിലോട്ട് അവരെ വിടണം. അപ്പൊ അതിനെങ്ങനെ വിടണമെന്നും അപ്പോൾ രക്ഷാകർത്തർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ടൂളാണ് നമ്മൾ ഈ AI ആപ്പ്, IQEDയുടെ AI ടൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം സാധാരണ കഴിച്ച് നമ്മളിപ്പോൾ ChatGPT എന്ത് ചോദിച്ചാലും നെറ്റിൽ നിന്ന് എടുത്താണ് തരാറുള്ളത്. ഞങ്ങളെ AI പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ AI പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി നമ്മളെ AIയോട് ചോദിക്കും, നമ്മുടെ AIയോട് ചോദിക്കുക, IQEDന്റെ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ഇങ്ങനെയാണ്, അത് ഇന്ന പുസ്തകത്തിൽ ഇന്ന പാഠത്തിലാണ്, ഇത്ര നാളും ചോദിച്ച പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്, നിങ്ങൾ ഈ മേഖലകൾ കൂടുതൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു AI മോഡലാണിത്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചറും കൂടാണ് നമ്മൾ IQED എന്ന് പറയുന്നത്. അത് ഡെയിലി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ഞങ്ങളിപ്പോൾ റിസൾട്ട് ഭയങ്കരമായത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം അമല മെഡിക്കൽ കോളേജിലായിരുന്നു ഇതിന്റെ റിസർച്ച്. ഞങ്ങൾ കുറേ കുട്ടികൾ എടുത്തതിന് ശേഷം ഇത് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ പുറത്തിറക്കിയത്. ഞാൻ വളരെ ഹാപ്പിയാണ് എത്തിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആളുകളെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് നല്ല മാറ്റമുണ്ട്. മേടിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചാലേ ഇത് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ നമ്മളെ തലമുറയിൽ ഇപ്പൊ എല്ലാവരും 15 മിനിറ്റ് ഒരു ദിവസം 15 മിനിറ്റ് 30 മിനിറ്റ് വരെ ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ച് പോയാൽ മതി. സ്കൂൾ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മളെ AI പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും. ടീച്ചർമാർ പഠിപ്പിക്കുന്നതിന് മുമ്പാണ് ഇവർക്ക് എന്താ ഇപ്പൊ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ എന്തൊക്കെയുണ്ട് അടിച്ചുവിടെ തന്നെ എല്ലാം വരും. എനിക്ക് നമ്മളെ അഭിരുചി ഈ ChatGPTക്ക് അറിയാം. നമ്മൾ ചോദ്യം ചോദിച്ച് നമ്മളെ അറിയാം. അവർ പിന്നെ ഈ AI നമ്മളെ പഠിപ്പിക്കും, നീ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്,
പിന്നെ ഈ ടെസ്റ്റുകൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഹിസ്റ്ററി 10ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതെല്ലാം പറഞ്ഞു തരും. 2003 ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2005 ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല ക്വസ്റ്റ്യൻസും തരും. അപ്പോൾ നമ്മൾ അതിന് മുൻതൂക്കം കൊടുക്കാം. ആ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതുമ്പോഴാണ് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഈ പറഞ്ഞു തരും. സ്കൂൾ ടീച്ചർമാർ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ടൂളും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ ഒരുപാട് മുമ്പ്. അതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പിന്നെ 1960 ആഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? 1960 ആഗസ്റ്റ് 15. എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. പ്രേക്ഷകരുടെ ചെക്ക് കേട്ടോ. പെട്ടെന്ന് ഇന്റർവ്യൂവിന്റെ ഇടയിലുള്ളൊരു കൊടുക്കുന്ന ചോദ്യം 1960 ആഗസ്റ്റ് 15 തിങ്കളാഴ്ച ആണോ അല്ലേ നോക്കാം കേട്ടോ. അപ്പോൾ അത്രയും മെമ്മറി ഉള്ളൊരു മനുഷ്യനാണ് നമ്മളോട് പറയുന്നത്. നമ്മളൊക്കെ മക്കളെ സ്നേഹിക്കുന്നവരാണ് അല്ലേ, നമ്മളെ മക്കൾ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്നവരാണ്. ഞാൻ മനംവകുപ്പിൽ ജീവനക്കാരനായിരുന്നു. 2010 മുതലാണ് ഞാൻ ഈ ചിന്ത വന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി 800ഓളം കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരിൽ നിന്നും പഠിച്ചിട്ടാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്കെല്ലാം നമുക്ക് എല്ലാ കുട്ടികളുടെയും സ്വഭാവങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. ഓരോ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു. പഠിക്കുമ്പം ചിലപ്പം പെട്ടെന്ന് കിടക്കാൻ തോന്നുന്ന കുട്ടികൾ, പഠിക്കുമ്പം മടി വരുന്ന കുട്ടികൾ, മാത്സ് പഠിക്കുമ്പോൾ ഉറക്കം വരുന്ന കുട്ടികൾ, ശ്രദ്ധ വേർതിരിഞ്ഞ് പോകുന്ന കുട്ടികൾ, പഠിച്ചത് ഇപ്പോൾ 1, 2, 3 ചാപ്റ്റർ പഠിക്കും. ഒരുവിധം മക്കളൊക്കെ നമ്മൾ പഠിക്കുന്ന മക്കളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് വീട്ടിൽ. അതെ അല്ലേ? വെറുതെ ഫോൺ എടുത്ത് വെച്ചിട്ടും അല്ലെങ്കിൽ റീൽസിന്റെ അപ്പുറത്തും നമ്മൾ റീലും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അതൊരു തമാശയാണെങ്കിലും കൂടിയിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പിന്നിലുണ്ട്. അതെ, അതൊക്കെ കാണുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അക്കാഡമിക്ക് കുട്ടികൾ 18 വയസ്സുള്ള കുട്ടികൾ ഒരു അക്കാഡമിക്കിന് കൂടെ ഒരു പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ മടി വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ഇത് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവർ എങ്ങനെ. അതല്ല സാറിന് അതുപോലെ തന്നെ നമുക്ക് ഈ രക്ഷിതാക്കൾക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് നമ്പറുണ്ട്. അല്ലെങ്കിൽ നമ്പർ തരാൻ 937 87 88 27 വിളിച്ചാൽ എന്നെ ഏത് സമയം അവൈലബിൾ ആണ്. അതെ. അപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളെ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, മോൻ എന്തുകൊണ്ട് പഠിക്കണില്ല, പഠിക്കാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ പിന്നെ എന്താ പറയുക അതിനെക്കുറിച്ച് ഒരു ആശങ്ക ഉള്ളവർ, ഞാൻ എങ്ങനെ പഠിക്കും അല്ലെങ്കിൽ അത് രക്ഷിതാക്കൾക്കാണ് കൂടുതലുള്ളത്. മക്കൾ എന്ന് പറഞ്ഞാൽ കളിക്കേണ്ട പ്രായമാണ്. അവരുടെ പ്രായം 18 എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ 6 വയസ്സ് മുതലാണെങ്കിലും അവർ പിന്നെ ചിന്തകളും അതൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മൾ ആ പഠനത്തിലേക്ക് കൊണ്ടുവരെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഉപകരിക്കുന്ന ഒരു ആപ്പും അതിനെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് AI മുഖേന നമുക്കറിയാം. എന്താണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അല്ലേ. അപ്പൊ അതിന് കുട്ടികളെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ടാണ് പൈസ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന്, ഏതാണ് ആപ്പിന്റെ പേര്? IQED ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ എഡ്യൂക്കേഷൻ ഡിസൈൻ. IQED ലേണിംഗ് സിസ്റ്റം. ഇതിന് നിങ്ങൾക്ക് ഇപ്പൊ ഇതുവരെ ക്ലാസ് എടുത്തത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ സാറിന് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എല്ലാ രക്ഷിതാക്കളും നിങ്ങൾ മക്കളെ കുറിച്ച് ഇല്ലേ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ളതും എന്തൊക്കെ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ.